സയൻസിലെ ജോഗ്രഫി വിഭാഗത്തിലെ 6ാമത്തെ പാഠം ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനം എന്ന പാഠത്തിലെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വിദൂര സംവേദനം എന്താണെന്നും അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ വിദൂര സംവേദനത്തിൻ്റെ വർഗീകരണമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വിദൂര സംവേദനത്തിൻ്റെ വർഗീകരണത്തിലെ ആദ്യ വർഗീകരണം പറഞ്ഞത് ഊർജത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തെക്കുറിച്ചായിരുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വർഗീകരണം നടത്തിയിട്ടുള്ളത് 3 എണ്ണമായിട്ടാണ്. ഒന്ന് ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വർഗീകരിച്ചിട്ടുള്ളത്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. ആദ്യം നമ്മൾ ഭൂതല ഛായാഗ്രഹണം എന്താണെന്നാണ് പറയുന്നത്. ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഭൂമിയുടെ വിവിധ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതിയെയാണ് നമ്മൾ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിലെ ഫോട്ടോകൾ എന്ത് ചെയ്യുക, ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടോ എങ്ങനെയും നമ്മൾ പകർത്തുന്ന രീതിയെയാണ് നമ്മൾ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടു കൂടി ആകാശത്തു നിന്നും ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തു നിന്നും ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയാം, ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അതായത് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ വഴി ഭൂമിയുടെ വിവരശേഖരണം നടത്തുന്ന രീതിയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 3 രീതികളാണ് നമുക്കുള്ളത്. ഒന്ന് ഭൂതല ഛായാഗ്രഹണം, 2 ആകാശീയ വിദൂര സംവേദനം, 3 ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുന്ന രീതിയാണ് നമ്മൾ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകൾ വഴി ഭൂമിയുടെ ആകാശത്തു നിന്ന് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആകാശീയ വിദൂര സംവേദനം എന്താണെന്നുള്ള കാര്യം ആദ്യം നോക്കാം. ആകാശീയ വിദൂര സംവേദനം എന്താണ്? ആകാശീയ വിദൂര സംവേദനം വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ ഹെൽപ്പോടുകൂടി വളരെ ഹൈറ്റിൽ നിന്നും ടെറസ്ട്രിയലിനെ, അതായത് ഭൂമിയുടെ പല പല ഫോട്ടോസ് നമ്മൾ എടുക്കും. ഇതിനായിരിക്കും നമ്മൾ ആകാശീയ വിദൂര സംവേദനം എന്ന് പറയാം. ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റീരിയോസ്കോപ്പിക് പടങ്ങൾ എടുക്കാനായിട്ട്, സ്റ്റീരിയോസ്കോപ്പിക് പിക്ചേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ട് ക്യാമറ പറന്നു പോവുകയാണ് വിമാനത്തിൽ. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ A, B, C എന്ന് പറഞ്ഞിട്ട് 3 പടങ്ങൾ എടുത്തു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ 60% ഓവർലാപ്പ് ഉണ്ട്, ബിയും സിയും തമ്മിലും 60% ഓവർലാപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇമേജിനെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി 3D ത്രിമാന ഇമേജുകളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. പണ്ട് കാലത്ത് നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയാ, ഒരു സ്റ്റീരിയോസ്കോപ്പ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീരിയോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടി കണ്ടില്ലേ ഈ കുട്ടി 2 പടം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പടം ഈ ഒരു കണ്ണാടിയിൽ കൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 3D ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ആകാശീയ വിദൂര സംവേദനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിമാന ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓവർലാപ്പ് ഉണ്ടാവും. ഈ ഓവർലാപ്പിംഗ് വരുന്നത് കൊണ്ടാണ് ഇപ്പം എയും ബി എന്ന് പറഞ്ഞ ഇവിടുത്തെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, എയും ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീരിയോ പെയർ എന്ന് പറയാം. അതുപോലെ തന്നെ ബിയും സി എന്ന് പറഞ്ഞാലും സ്റ്റീരിയോ പെയർസ് ആണ്. അപ്പം എയും ബി ഇമേജ് ആണ് ഇവിടെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതൊരു 3D ഇമേജ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത്രയും പ്രദേശത്തിന്റെ ഒരു 3D ഇമേജ് ആയിട്ട് നമുക്ക് തോന്നും. അതിനായിരിക്കും നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് പിക്ചേഴ്സ് എന്ന് പറയാം. അപ്പം ഈ വിമാനത്തിൽ എടുക്കുന്ന പിക്ചേഴ്സിന് കുറേയധികം ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സാറ്റലൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ ഉണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളെ ഗുണമേന്മയെ ബാധിക്കും. അതുപോലെ വിസ്തൃതമായ പ്രദേശങ്ങളെ ചിത്രീകരണം പ്രായോഗികമല്ല. അതുപോലെ വിമാനത്തിന് പറന്നു വരുവാനും ഇറങ്ങുവാനും തുറസായ സ്ഥലം ആവശ്യമാണ്. ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും, ചെലവ് വർദ്ധിപ്പിക്കും. ഇതൊക്കെയാണ്. ഇനി ഉപഗ്രഹ വിദൂര സംവേദനം എന്താണെന്ന് കാര്യമൊന്ന് പരിശോധിക്കാം. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന റിമോട്ട് സെൻസിങ്ങിന്, അതായത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ആണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ ക്യാമറ
അഥവാ സംവേദകങ്ങൾ വഴി വിവരശേഖരം നടത്തുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഉപഗ്രഹ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നായി രണ്ടായി തിരിക്കാം. അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഏതൊക്കെ, മെയിൻലി എത്ര കാറ്റഗറീസ് ഉണ്ട്? ബേസിക്കലി 2 കാറ്റഗറീസ് ആണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉള്ളത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളും, ഇത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് IRS ലാൻഡ്സാറ്റ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഈ ലാൻഡ്സാറ്റ് ഏത് തരം സാറ്റലൈറ്റ് ആണ് എന്ന്, ലാൻഡ്സാറ്റ് എന്നുള്ളത് ഒരു സൗരസ്ഥിര ഉപഗ്രഹമാണ്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്, ഡിഷ് TV തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഡിഷ് TV കിട്ടുന്നുണ്ട്, സണ്ണിന്റെ നെറ്റ്വർക്കിന്റെ ഡിഷ് TV കിട്ടുന്നുണ്ട്, വീഡിയോകോണിന്റെ DTH കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസസ് എല്ലാം അവൈലബിൾ ആക്കുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് അഥവാ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഭൂമിയുടെ 1/3 ഭാഗത്തെ നിരീക്ഷണ പരിധിയിൽ വരുത്തുവാനായിട്ട് ഇതിന് സാധിക്കും. ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്ക് തുല്യമായിട്ട് തന്നെയാണ് ഇത് ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പോയിന്റിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും ഭൂമിയിൽ നിന്ന് ഒരാൾ വാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? കാരണം ഭൂമിയുടെ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, താഴെ നിൽക്കുന്ന ആൾക്ക് അത് സ്റ്റേഷനറി ആയിട്ട് തോന്നും. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടും. അതുപോലെ ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പം ഇത് ഓർത്തോണം. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് അഥവാ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല നിൽക്കുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കലിയാണ്, അതായത് പോളാർ സൈഡിൽ കൂടിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ മറ്റൊരു പ്രത്യേകത, ഇതിന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയായിരിക്കും ഇതിനുണ്ടാവുക. ഇതിനേശം 1/3 എർത്ത് കവർ ചെയ്യാൻ സാധിക്കും. കാരണം അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ് ഭൂസ്ഥിര ഉപഗ്രഹം നിൽക്കുന്നത്. അതുകൊണ്ട് 1/3 കവർ ചെയ്യാൻ പറ്റും. ഇതിന് അത്രയൊന്നും കവർ ചെയ്യാൻ പറ്റില്ല സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ എക്സാമ്പിൾ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. IRSഉം ലാൻഡ്സാറ്റും എന്തിന് എക്സാമ്പിൾ ആണ്? സൗരസ്ഥിര ഉപഗ്രഹത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോളാർ റീജിയനിൽ കൂടിയായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദൂര സംവേദനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.